കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ് രാവിലെ തന്നെ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയും സാമ്പാർ കറിയും. സാമ്പാർ ഞാൻ രാത്രി വെച്ചതിരിപ്പുണ്ട്. അപ്പോൾ സാമ്പാർ കറി ഉണ്ടാക്കണ്ട, പക്ഷേ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ദോശ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഒരു ദോശ തട്ടിക്കൂട്ടാം. ഇവിടെ ഒരു 1.25 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് കറിക്കയില് ഒരു കയ്യിൽ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വിസ്ക് വെച്ച് നല്ലപോലെ ലംസ് ഒന്നും ഇല്ലാതെ നല്ലപോലെ നമുക്ക് മിക്സ് ആക്കി എടുക്കാം. കുറേശ്ശെ ആയിട്ടിട്ട് ഞാൻ വെള്ളം ഒഴിക്കണം, ഒരുമിച്ച് ഒഴിക്കണില്ല. പതിവായി പാക്കിങ്ങും ക്ലീനിങ്ങും ജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല. പാക്കിംഗ് അല്ല, നമ്മുടെ ഐറ്റംസുകളെല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും റീഅറേഞ്ചിങ് കാര്യങ്ങളൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ജോലികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കുറേശ്ശെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി ക്ലീനിങ് കാര്യങ്ങളിലേക്കൊക്കെ കടക്കാനായിട്ട്. ഓരോ ദിവസം ഓരോ ഏരിയ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് നല്ലപോലെ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നീക്കി വയ്ക്കാം. ഈ നേരം കൊണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ കറിയൊക്കെ എടുത്ത് ചൂടാക്കി വയ്ക്കുക. അതുപോലെ ചായയൊക്കെ ഉണ്ടാക്കണം എനിക്ക്. അപ്പോൾ ചായ ഉണ്ടാക്കാം. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേഗത്തിൽ ചൂടേപ്പാടെ കറിയും കൂട്ടി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഉണ്ടാക്കാൻ പോകുമ്പോൾ പിന്നെ ഇത് തണുത്തു. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നമ്മുടെ ഈ കപ്പിൽ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമൊക്കെ ആയിട്ട് ഞാൻ ചേർത്തിക്കണം. ഇപ്പോൾ ഓക്കെയാണ്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓവർ തിക്കാവണമെങ്കിൽ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് നമുക്കൊന്നും കൂടെ മിക്സ് ആക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചായക്കുള്ള പാലും വെള്ളം കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സാമ്പാർ കറിയും കൂടെ ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. കറി നീക്കി വയ്ക്കുക. ഇനി പയ്യെ നമുക്ക് ചായയൊക്കെ ഒന്ന് അരിച്ചൊഴിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് വേഗത്തിൽ തന്നെ ദോശ ഉണ്ടാക്കാം. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ നീക്കി വെച്ചിട്ടിനി ദോശ ഉണ്ടാക്കാം. നമ്മുടെ ഗോതമ്പ് നല്ലപോലെ കുതിർന്ന് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ പാകമായിരുന്നു കേട്ടോ. വേണമെങ്കിൽ ശകലം കൂടിയൊക്കെ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിക്കാം. പക്ഷേ ഇത് മതി, ആവശ്യം ലൂസായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ തവ ഒരുവിധം ചൂടായിട്ടുണ്ട്. ഓവർ ചൂടാക്കാൻ നിൽക്കുന്നില്ല ഞാൻ. അപ്പോൾ നമുക്കിനി ഇത് കോരി ഒഴിക്കാം. ഇവിടെ ഞാൻ നമുക്ക് ഇത്തിരി കൂടെ ഒരു ടേസ്റ്റിനായിട്ട് ഇത്തിരി നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യ് കേട്ടോ. ഞാൻ നാട്ടിൽ പോകുന്നതിന് മുൻപ് ഉണ്ടാക്കി കുപ്പിയിലാക്കി എടുത്ത് വെച്ചിരുന്ന നെയ്യാണ്. നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പാൽപ്പാടയൊക്കെ വെച്ച് ഉണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ നമുക്കതൊരു ശകലം മോണിക്കോടെ ഒരു ടേസ്റ്റിനായിട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. മറിച്ചിടാതെ എടുക്കാത്ത ഞാൻ ഒന്നുകൂടെ മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല കനം കുറച്ച് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇത്തിരി കട്ടിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൂടെ കുക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ദോശ റെഡി. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. ഞാൻ എന്താ ഗോതമ്പ് ദോശ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഇവിടെ സാമ്പാർ കറി കൂടെ നല്ല ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് ബിസി ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സമയമൊന്നും കിട്ടിയില്ല അധികം ക്ലീനിങ് വർക്കിന്. പിന്നെ ഉച്ച കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഉച്ച കഴിഞ്ഞ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയ ടൈമിൽ വീണ്ടും കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ്ങിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. രാത്രിയിലേക്ക് ഞാൻ കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട്. കഞ്ഞിയും കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഇനി കുക്കിംഗ് കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇനി എനിക്ക് എൻ്റെ ഇന്നത്തെ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് ഈ റാക്ക് ഫുൾ, ഈ ടേബിൾ ഫുൾ ക്ലീൻ ആക്കണം. റാക്കിനുള്ള ബോട്ടിൽസുകളെല്ലാം ക്ലീൻ ആക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അതുപോലെ റാക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അങ്ങനെ കുറച്ച് ജോലികളുണ്ട്. പിന്നെ പുറത്ത് അവിടെ ഭയങ്കരമായിട്ട് പൂജയും അതിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജനലൊന്ന് അടച്ചു നോക്കാം. അത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കരമായിട്ട് ഒച്ച വരാം അവിടെ നിന്ന്. ഭയങ്കര ഒച്ചയായിട്ടോ. ഇപ്പം ഒന്ന് വോളിയം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ ഓരോരോ തട്ടായിട്ട് ക്ലീൻ ആക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം കൊണ്ട് ബോട്ടിൽസ് എല്ലാം സ്ലാവുമേലേക്ക് എടുത്ത് വയ്ക്കണം. ഇവിടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇതെല്ലാം ഒന്ന് മാറ്റുകയാണെങ്കിൽ എനിക്ക് ഇതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ സ്പേസ് കിട്ടും. ഓരോരോ ഡ്രോവറിലത്തെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. കാരണം നമുക്ക് നല്ലപോലെ തുടച്ചെടുത്ത് വെക്കണ നേരത്തെ എനിക്ക് എളുപ്പമുണ്ട് ഏത് ബോട്ടിൽസാണ് ഏത് ഡ്രോവറിൽ ഇരുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേബിള് കാലിയായിട്ടുണ്ട്. നമ്മുടെ ഡ്രോവർ ഇനി എനിക്കൊന്ന് ക്ലീൻ ആക്കണം. നാട്ടിൽ പോയി വന്നപ്പോഴേക്കും നല്ലപോലെ തന്നെ പൊടിയൊക്കെ പിടിച്ചു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാർഡ്ബോർഡിൻ്റെ പീസുകളൊക്കെ വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതെനിക്ക് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് പേപ്പർ വയ്ക്കാൻ. അപ്പോൾ ഞാൻ വെക്കാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ച വാൾപേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം തന്നെ റെഡ് ഇതാ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇതിനകത്തേക്ക് എല്ലാ 3 തട്ടിലേക്കും ഈ പേപ്പർ വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഇരുന്നോളൂല്ലോ. ഇങ്ങനത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിത് ജസ്റ്റ് കാർഡ്ബോർഡിൻ്റെ പീസുകൾ വെച്ചായിരുന്നതാണ്. ഇങ്ങനത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്തു ഇതിനൊന്ന് ഒട്ടിക്കുക, ഒന്നും കൂടെ കളർഫുൾ ആവില്ല. നമ്മുടെ കിച്ചൺ ഇതിനും കൂടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ നമുക്കൊരു ചേഞ്ച് നല്ലതാണ്. അപ്പോൾ കിച്ചണിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്നും കാണുന്ന ആ ഒരു സ്ഥിതി തന്നെ എന്നും നമ്മൾ ഡെയിലി കാണുമ്പോൾ നമുക്കത് അത്രയ്ക്കും സുഖം തോന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ചേഞ്ച് വരുത്തുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ പേപ്പർ ഒട്ടിക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ നല്ലപോലെ തുടച്ച് ക്ലീൻ ആക്കട്ടെ. നമ്മുടെ സ്റ്റാൻഡ് ഇപ്പോൾ നല്ല ക്ലീനായി. പക്ഷേ ഇനി ടേബിളും കൂടി ഒന്ന് എനിക്ക് ക്ലീൻ ആക്കണം. അപ്പോൾ ടേബിളും കൂടെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പേപ്പറൊക്കെ ഒട്ടിക്കാം. നമ്മുടെ ടേബിളും നല്ലപോലെ ക്ലീനായി. ഇനി നമുക്ക് പേപ്പർ ഒട്ടിക്കാം. നമ്മുടെ വാൾ പേപ്പറിനെ ഇതിനകത്തേക്ക് ഒട്ടിക്കാം. നമ്മുടെ ഡ്രോവറിൻ്റെ വീതിയും നീളമൊക്കെ ഇതാണ്, സൈസ് ഇതാണ്. അപ്പം ഞാൻ അതേപോലത്തെ ഒരു 3 ഷെൽഫിലേക്കുള്ള പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു പേപ്പർ റെഡി ആയിട്ടുണ്ട്. വെച്ച് നോക്കട്ടെ ഒന്ന്. അപ്പോൾ അതാ
നല്ല എക്സാക്ട്ലി ഫിറ്റാണ്. അപ്പോൾ ഈ രീതിയിൽ എനിക്ക് വേറെ 3 പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതിങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താലും മതി. ഒട്ടിക്കണമെന്ന് നഷ്ടമൊന്നുമില്ല, ഞാൻ ഒട്ടിക്കുന്നില്ല, അങ്ങനെ വെച്ച് കൊടുക്കുന്നു. ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൊളിച്ചെടുക്കണം. ഇതിപ്പോൾ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്തെടുക്കും. സ്റ്റിക്കർ ആയതുകൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഒട്ടിച്ച് വെച്ചേക്കണ പോലെ തന്നെ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ ഒട്ടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 3ലേക്കുള്ളത് ആ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ഒട്ടിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എപ്പോഴെങ്കിലും ഇതൊക്കെ മാറ്റി തുറക്കണമെന്നൊക്കെ തോന്നിയാൽ മാറ്റുകയും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ബോട്ടിലുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. ബോട്ടിലിനൊക്കെ പൊടി ഉണ്ടാവും, അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ തുടയ്ക്കാതെ ഇരിക്കുന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്നെല്ലാം തുടച്ചെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് വെക്കണം. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ബോട്ടിലുകളുടെ പൊസിഷനൊന്നും മാറ്റണില്ല, കാരണം ഇതിപ്പോൾ ഞങ്ങൾക്ക് യൂസ്ഡ് ആയി. എവിടെയും ഓരോ സാധനങ്ങൾ ഇരിക്കുന്നത്. ഇനി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മല്ലിപ്പൊടിക്ക് പകരം മസാലപ്പൊടി ഇടും, അങ്ങനെ പല പല മാറ്റങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ആ ഇരുന്ന അതേ പൊസിഷനിൽ തന്നെ വയ്ക്കണം. അപ്പോൾ ഞാൻ റാക്കിലൊക്കെ വീണ്ടും വെച്ചിരുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം തുടച്ച് ക്ലീനാക്കി. അപ്പോൾ ഈ ഒരു സെക്ഷൻ തീർന്നു ക്ലീനിങ്. ഇനി എനിക്ക് ഈ റാക്കൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. അതൊക്കെ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഞാൻ വിചാരിച്ചേക്കണ മൊത്തം എല്ലാം ഒരൊറ്റ ദിവസം തന്നെ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോരോ ഷെൽഫായിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ നമുക്ക് അധികം ബർഡൻ തോന്നില്ല, നമ്മുടെ ജോലി എളുപ്പമാക്കാനും ഏറ്റവും നല്ലത് അതാണ്. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചെയ്യാൻ പോയി നമുക്ക് വയ്യാതെയാവും, നമുക്ക് ടൈം കിട്ടാതെയാവും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ക്ലീനിങ് വർക്ക് എനിക്ക് ഒരു സമയം കിട്ടാതെ തീർക്കാതെ എനിക്കൊരു ടെൻഷനായിരുന്നു. എപ്പോൾ ചെയ്യും എപ്പോൾ തീർക്കും നോക്കാം. കാരണം ഞങ്ങൾക്ക് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ പിന്നെ ഇത്രയ്ക്കും ടൈമൊന്നും കിട്ടില്ല സ്കൂളിലൊക്കെ പോയി വന്നു കഴിയുമ്പോൾ. എന്തായാലും അതൊക്കെ ചെയ്യാൻ എന്തായാലും ടൈം കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഹോളിഡേ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായ ഹോളിഡേ കിട്ടി. അപ്പോൾ ഭയങ്കര ചൂടാട്ടോ, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒഴുകാണ്, അത്രയും ചൂടാണ് കിച്ചണിലൊക്കെ. എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾ AC ഒക്കെ മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. എന്നാൽ പോലും നമുക്ക് റൂമിലും പുറത്തൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ചൂട് കാരണം കൊണ്ടാണ് നമുക്ക് ഹോളിഡേയ്സൊക്കെ കിട്ടിയത്. അപ്പോൾ ഹോളിഡേയ്സ് കാരണം നമുക്ക് വിചാരിക്കാത്ത ഒത്തിരി ജോലികൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ എന്തായാലും വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എത്ര വൈകിയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് കമൻസിന് എല്ലാവർക്കും പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകുന്നു, പക്ഷേ കമൻറ്റ് ഇടാൻ മറക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്താൽ എനിക്കും കൂടെ ഒരു എൻകറേജിങ് ആയിരിക്കും ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് പേരുണ്ട് കേട്ടോ, ഡെയിലി ഒരു മുടക്കവും വരാതെ എന്നും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് ഇടുന്നുണ്ട്. അതും വലിയ വലിയ കമൻറ്റുകൾ ഒത്തിരി നേരം ഇരുന്ന് വായിക്കാവുന്ന അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഹാർട്ട് ടച്ചിങ് കമൻറ്റ്സ് അവർ ഒത്തിരി വിടുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോ കാണുന്നവർ സാധിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാം, അതുപോലെ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അൺലൈക്ക് തരാം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അതൊക്കെ എനിക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.